ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു യാത്ര പോവാണ് കുറച്ച് അമ്പലങ്ങളിലേക്ക്. ഞങ്ങൾ എല്ലാവരും എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു 10 പേര്. ഞങ്ങൾക്ക് 9:15 ട്രെയിൻ. ഞങ്ങളൊരു 8:45 കഴിഞ്ഞപ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിനിൽ കയറി ഞങ്ങൾ എല്ലാവരും നേരെ കിടന്നുറങ്ങി. കാരണം അന്ന് ഉച്ചയ്ക്കുള്ള പൊതിച്ചോറ് ഞങ്ങൾ വീട്ടിൽ നിന്നായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. രാവിലെ എണീറ്റത് കൊണ്ട് തന്നെ നല്ല ടയേർഡായിരുന്നു. പിന്നെ എഴുന്നേറ്റ ശേഷമാണ് കൊണ്ടുപോയ പൊതിച്ചോറ് കഴിച്ചത്. നൈനുവിനെ കുറച്ച് എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കണമായിരുന്നു. കാരണം അന്ന് ഫുൾ ആ ട്രെയിനിൽ തന്നെ ണ്ടതല്ലേ. രാത്രി 1 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മൂകാംബിക റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. അതൊക്കെ ഒന്ന് തോർന്ന ശേഷം ഞങ്ങളൊരു വാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്പലത്തിന്റെ തൊട്ടടുത്തായിരുന്നു ഞങ്ങളുടെ സ്റ്റേ. ഏകദേശം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. അങ്ങനെ നേരെ റൂമിലെത്തി കുറച്ചൊന്ന് റെസ്റ്റ് എടുത്ത ശേഷം റെഡിയായി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല ക്യൂ ഉണ്ടായിരുന്നു. 10:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തൊഴുതു പുറത്തിറങ്ങിയപ്പോൾ. അമ്പലത്തിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ മോൾ ഉറങ്ങി. അതുകൊണ്ട് ഇടയ്ക്ക് ക്യൂവിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നില്ല. തിരക്കുണ്ടായിരുന്നെങ്കിലും നന്നായി ദേവിയെ തൊഴാൻ പറ്റി. അങ്ങനെ തൊഴുതിറങ്ങി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഇതിനിടയ്ക്കും മഴ തകൃതിയായി പെയ്യുന്നുണ്ടായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. അവിടുന്ന് മസാല ദോശയും നെയ് റോസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി. റൂമിലെത്തി ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്ത ശേഷം ഞങ്ങൾ നേരെ റെഡിയായി കുടജാത്രിയിലേക്ക് ഒരു ട്രക്കിങ്ങിന് പോവാം. 2 മണിക്ക് ശേഷം കുടജാത്രിയിൽ ജീപ്പിൽ കയറ്റി വിടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി നേരെ ജീപ്പ് സ്റ്റേഷനിലേക്ക് പോയി. ഞങ്ങൾ 10 പേരുള്ളത് കൊണ്ട് തന്നെ 2 ജീപ്പുകളിലാണ് പോയത്. കുടജാത്രയിൽ പോകുന്നത് ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കുഞ്ഞുനാളിൽ പോയിട്ടുണ്ടെങ്കിലും അതൊന്നും അത്ര ക്ലിയർ ആയി ഓർക്കുന്നില്ല. ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് 2 കിലോമീറ്റർ നടന്നു വേണം സർവജ്ഞ പീഠത്തിലെത്താൻ. ഞങ്ങൾ എത്തിയ ടൈം നല്ല മഴയും കോടയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഓരോ റെയിൻകോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നൈനൂസിന് മാത്രം സൈസിനൊത്തൊരെണ്ണം കിട്ടിയില്ല. സർവജ്ഞ പീഠം കാണാൻ കാടും മലയും ഒക്കെ കടന്ന് അതിൻ്റെ കൂടെ മഴയും കോടയും കുറച്ച് നടക്കാനുണ്ടെങ്കിലും ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. സർവജ്ഞ പീഠമൊക്കെ കണ്ട് താഴെ വന്ന ശേഷമാണ് ലഞ്ചും ഡിന്നറും ഒക്കെ കൂടി ഒരുമിച്ച് ഞങ്ങൾ കഴിച്ചത്. 6:30 ആയിട്ടുണ്ടായിരുന്നു താഴെ എത്തിയപ്പോൾ. കുടജാത്രിയിൽ പോയിട്ട് വന്നിട്ട് നൈറ്റ് സൗപർണികയിൽ പോകാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ബട്ട് കുടജാത്രിയിൽ പോയിട്ട് വന്നപ്പോൾ തന്നെ എല്ലാവർക്കും നല്ല ബോഡി പെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പ്ലാൻ ഡ്രോപ്പ് ആക്കിയിട്ട് ഞങ്ങൾ എല്ലാവരും റെസ്റ്റ് എടുത്തു. പിറ്റേന്ന് 6 മണിയായപ്പോൾ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തു. ബസ്സിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് മുരുടേശ്വരത്താണ്. മൂകാംബികയിൽ നിന്നും 8:30 മുരുടേശ്വരത്തുള്ള ട്രെയിൻ. മുരുടേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചാണ് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷമാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറിയത്. അവിടെ ചെന്നപ്പോഴും നല്ല അടിപൊളി മഴയായിരുന്നു. അമ്പലത്തെ പറ്റി പറയാതെ വയ്യ. തിരക്കുണ്ടായിരുന്നെങ്കിലും നല്ല പീസ്ഫുൾ അന്തരീക്ഷമായിരുന്നു. അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്നെങ്കിലും ദർശനത്തിന് തിരക്ക് കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തൊഴുതിറങ്ങാൻ വേണ്ടി പറ്റി. വേൾഡ്സ് 3rd ടോളസ്റ്റ് ശിവ സ്റ്റാച്ചു ആണ് മുരുടേശ്വരത്തെ. ലൈഫിൽ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് ആണ്. അവിടുത്തെ സ്റ്റാച്യൂസിന്റെ ഒക്കെ ഡീറ്റെയിലിംഗ് അത്രയ്ക്കും പെർഫെക്റ്റ് ആണ്. ഇടയ്ക്ക് മഴയുണ്ടായിരുന്നെങ്കിലും നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നൈനു വരെ മുരുടേശ്വരം നന്നായി എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഞങ്ങൾ നേരെ ഉടുപ്പിയിലോട്ടാണ് പോകുന്നത്. നട തുറക്കാൻ ടൈം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെയും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കയറിയത്. ഫുഡ് കഴിച്ചിട്ട് കയറുന്നത് ഞങ്ങളുടെ റിട്ടേൺ ട്രെയിൻ അന്ന് നൈറ്റിനാണ്. തൊഴുതിറങ്ങിയാൽ ചിലപ്പോൾ ടൈം കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയാണ്. ഞങ്ങൾ ഉടുപ്പിയിലെ ശ്രീകൃഷ്ണ ടെമ്പിളിലാണ് എത്തിയത്. അവിടെയും ഒരു അരമണിക്കൂർ ക്യൂ നിന്നുള്ളൂ. കാരണം അതിന്റെ തലേ ദിവസം പോയവരൊക്കെ 6 മണിക്കൂർ അടുപ്പിച്ച് ക്യൂ നിന്നാണ് തൊഴുതിറങ്ങിയതെന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പരിചയപ്പെട്ട 2 പേർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയതിന്റെ അന്ന് എന്തായാലും വലിയ തിരക്കുണ്ടായിരുന്നില്ല. അവിടുന്ന് നേരെ ഞങ്ങൾ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ട്രെയിൻ നല്ല ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നല്ല പോസ്റ്റ് ആയിരുന്നു. ട്രെയിനിൽ കയറിയത് മാത്രമേ ഓർമ്മയുള്ളായിരുന്നു. ഞങ്ങൾ എല്ലാവരും കിടന്നുറങ്ങി. അത്രയ്ക്കും ടയർഡായിരുന്നു. പിറ്റേന്ന് രാവിലെ ലൈറ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നാട്ടിൽ ഉച്ചയായപ്പോൾ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ എത്തി. 2 ദിവസത്തെ മസാല ദോശയും വെജിറ്റബിൾ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ആ ഒരു ക്ഷീണം മാറ്റാൻ നോൺ വെജ് കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ അത്രയേ ഉള്ളൂ.